സുമേഷ് വള്ളിക്കുന്ന് താങ്കൾ ആ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. ആ സിസ്റ്റത്തിനെ ചോദ്യം ചെയ്തതിൻ്റെ ഭാഗമായി ആ സിസ്റ്റം അടിച്ച് പുറത്താക്കിയ ഒരാൾ കൂടിയാണ് താങ്കൾ. സുമേഷ് വള്ളിക്കുന്ന് ആ സിസ്റ്റം കിളികൊല്ലൂരിൽ ഒരു പാവത്തിന് ഇടിച്ചു ചതയ്ക്കും, കള്ളക്കേസ് എടുക്കും, ആയുഷ്കാലത്തേക്ക് അവന് നരകം ഉറപ്പാക്കും. മാല പൊട്ടിച്ചെന്ന് കള്ളക്കേസ് എടുത്ത് സ്റ്റേഷനിലിരിക്കുന്ന ഒരു ദളിത് സ്ത്രീയോട് ദാഹിച്ച് വെള്ളം ചോദിച്ചാൽ പോയി കക്കൂസ് പോയി എടുത്ത് കുടിക്കടി എന്ന് ആക്രോശിക്കും. സാധാരണക്കാരെ തല്ലിച്ചതയ്ക്കും. പക്ഷെ ഗൂണ്ടകൾക്ക് മുന്നിൽ മുട്ടുപറയ്ക്കും. അങ്ങനെ ഒരു പോലീസിംഗ് അധിക നാൾ മുന്നോട്ട് പോകാൻ പറ്റുന്ന പോലീസിംഗ് ആണോ സുമേഷ് വള്ളിക്കുന്ന്? ആദ്യം തന്നെ ആ സ്ത്രീയോട്, ആ വനിതയോട് ഉള്ള ആദരവും സ്നേഹവും അറിയിക്കട്ടെ. കാരണം അവരിത്ര ധൈര്യത്തോടു കൂടി പരാതിപ്പെടാനും പൊതുജനങ്ങളോട് കാര്യങ്ങൾ പറയാനും തയ്യാറായതിന് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം അവരത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇതേ ഗുണ്ടകൾ അവിടെ തന്നെ മറ്റ് സ്പാകളിലോ, മാത്രമല്ല ഒരു ഫാൻസി കടയിൽ പോലും കയറാൻ അധിക കാലമൊന്നും വൈകില്ല. അപ്പോൾ അവരോട് ഒരു നന്ദിയും കടപ്പാടും നമുക്കുണ്ടാകണം. പോലീസിന് ഈ ഗുണ്ടാബന്ധങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ബിന്ദു എന്ന സ്ത്രീയെ മാല പൊട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കള്ളക്കേസെടുത്ത് പോലീസ് സ്റ്റേഷനിലിട്ട്, ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ കക്കൂസിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറയുന്ന ഒരു പോലീസിംഗ് സംവിധാനം. നമ്മളിപ്പോൾ ഇത് സംഭവം നടന്നത് പത്തനംതിട്ടയിലായതുകൊണ്ടും ഞാൻ പത്തനംതിട്ടയിൽ ജോലി ചെയ്തതുകൊണ്ടും പത്തനംതിട്ടയെ ബേസ് ചെയ്തിട്ട് തന്നെ പറയാം. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു സ്ഥിരമായിട്ട് കുറ്റം ചെയ്യുന്ന ഒരു ഗുണ്ട, ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന, ആരെയും ഭയമില്ലാത്ത ഒരു ഗുണ്ട, ആ ഗുണ്ടയെ നിരീക്ഷിക്കാൻ എന്ത് സംവിധാനമാണ് അവിടെ ഉണ്ടായിരുന്നത്? ഞാൻ പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ ഒരിക്കൽ CI മനോജ് എൻ്റെ കയ്യിൽ 48 റൗഡി ലിസ്റ്റിലുള്ള ആൾക്കാരുടെ 48 പേരുടെ ലിസ്റ്റ് എടുത്ത് തന്നു. എന്നിട്ട് പോയിട്ട് അവർ വീട്ടിലുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ഒരു അപാകത എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് അവിടെ പോയി ജോലി ചെയ്യുന്ന ആ സ്ഥലത്തെക്കുറിച്ചോ ആ നാടിനെക്കുറിച്ചോ യാതൊരു പരിചയമില്ലാത്ത എന്നെ അത് ഏൽപ്പിക്കുക എന്നുള്ളത് തന്നെ അതൊരു പ്രഹസനമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അദ്ദേഹം തന്നിട്ടുണ്ടാവുക. പക്ഷേ ഞാൻ അവിടുത്തെ എല്ലാ വാർഡ് മെമ്പർമാരെയും ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പോലീസുകാരുടെ സഹായത്തോടെ എല്ലാ വീടുകളിലും പോയി. പക്ഷേ എനിക്ക് തന്ന ലിസ്റ്റിലുണ്ടായിരുന്നത് ഒന്നും ലൈവ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരുന്നില്ല. ഒരു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ പോയി. അയാൾ പണ്ടം പണയം വെച്ചത് മുക്കുവണ്ടമായി പോയതിൻ്റെ പേരിൽ ഒരു കേസുണ്ട്. അതിൻ്റെ പേരിൽ പിന്നെ എപ്പോഴോ CI മനോജായിട്ടുള്ളൊരു പ്രശ്നത്തിൽ പുള്ളി ഒരു കേസ് എടുത്തതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയാൾ വളരെ കൂലിപ്പണിക്കാരനായി ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീട്ടിൽ അയാളും ഭാര്യയും കൂടി ജീവിക്കുന്ന ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ. അയാളെയാണ്, അങ്ങനത്തെ ആൾക്കാരെയാണ് എനിക്ക് തരാൻ കിട്ടിയത്. ഇതുപോലത്തെ ക്രിമിനലോ ഗുണ്ടകളോ ഈ പറഞ്ഞ 48 പേരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പോലീസിൻ്റെ ഒരു അഖിൽ എന്ന് പറഞ്ഞ പോലീസുകാരുണ്ടായിരുന്നു. കഞ്ചാവ് വിൽപ്പനക്കാരനെ ഒരു പ്രതിയെ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ പോയിട്ട് അഖിൽ പിടിച്ചുകൊണ്ട് വന്നു. വാറണ്ട് പ്രതിയായിരുന്നു. ഈ വാറണ്ട് പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം മുഴുവൻ ലോക്കപ്പിൽ പാർപ്പിച്ചു. പിറ്റേ ദിവസം GD ചാർജ് ഞാനാണ്. എന്നോട് CK മനോജ് പറയാണ് രാത്രി വിളിച്ചിട്ട്, ഞാൻ ഇയാളെ കോടതിയിലേക്ക് അയച്ചു. കോടതിയിലേക്ക് അയക്കുമ്പോൾ മറ്റ് 2 പ്രതികളെ കൂടി കൊണ്ടുപോകാനുണ്ടായിരുന്നു. ആ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടുമായിട്ട് കിരൺ എന്ന് പറഞ്ഞ പോലീസുകാരനും മറ്റൊരു നിതീഷും കൂടെ പോയി. അവരെ തിരിച്ചയക്കുകയാണ് CK മനോജ് ചെയ്തത്. തിരിച്ചയച്ചിട്ട് രാത്രി എന്നെ വിളിച്ച് പറയാണ് ഇയാളെ ബസ് കയറ്റി വിടാൻ, അടൂര് കൊണ്ടുപോയിട്ട് ബസ് കയറ്റി വിടണം, അടൂരില്ലെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് ബസ് കയറ്റി വിടാനുള്ള സംവിധാനം ചെയ്യണം എന്ന് CI പറയാണ്. ഞാനത് ചെയ്തില്ല. പിറ്റേ ദിവസം രാവിലെ CI വന്നിട്ട് ഇയാളെ ഇറക്കി വിടുകയാണ് ചെയ്തത്. അത് കഞ്ചാവ് വിൽപ്പനക്കാരനായ ഒരു പ്രതിയെ ചെയ്തതാണ്. ആ സംഭവം പിന്നീട് ഞാൻ പുറത്ത് പറയുകയും അതിന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം വരികയും ഇയാൾക്കെതിരെ PR ആവുകയും ചെയ്തു. പക്ഷേ അതിൽ അന്ന് GD ഉണ്ടായിരുന്ന എൻ്റെ മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ അതൊരു ഓറൽ എൻക്വയറി പോലും ആക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നടപടിയാണ് അന്നത്തെ പത്തനംതിട്ട SP സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ ഈ പോലീസിലെ ഗുണ്ടാബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞതിനാണ് എന്നെ സസ്പെൻഡ് ചെയ്തത്. പോലീസിലെ അടിമുടി ബാധിച്ചിട്ടുള്ള ഗുണ്ടാബന്ധങ്ങളെക്കുറിച്ച് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. അതിൽ പത്തനംതിട്ട ജില്ലയിലെ ഉദ്യോഗസ്ഥരെ കൃത്യമായും അടയാളപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഗുണ്ടാബന്ധമുള്ള, എനിക്ക് നേരിട്ടറിവുള്ള, എനിക്ക് തെളിവ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ കുറിച്ച് പറയുണ്ടായി. അതിൽ ഈ 2 വർഷം നേരമായിട്ടും ഒരു അന്വേഷണവും ആ പരാതിയുടെ പുറത്തോ കത്തിൻ്റെ പുറത്തോ ഉണ്ടായിട്ടില്ല. പകരം പിറ്റേ ദിവസം 27-ാം തീയതി ഞാൻ കത്തയച്ചു, 29-ാം തീയതി എന്നെ പിരിച്ചുവിടുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെ അതിൽ ഞാൻ പരാമർശിച്ച ഒരു DYSP പത്തനംതിട്ട ജില്ലയിലെ സബ് ഡിവിഷനുകളിൽ മാറി ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ്റെ ട്രാൻസ്ഫർ വന്നപ്പോഴാണ് അദ്ദേഹം പോകുന്നത്. ഇപ്പോൾ ഈ കേസ് തന്നെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു DYSP ആണ്. അതായത് DYSPയുടെ താഴെ ഉള്ളവർക്ക് മാത്രമേ ഇപ്പോൾ പോലീസ് ബന്ധം ഈ കുറ്റകൃത്യങ്ങളിലോ ഗുണ്ടകൾക്കോ സഹായം കിട്ടിയിട്ടുണ്ടെന്നുള്ള പോലെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമെന്നാണ് SP പറഞ്ഞത്. ഈ SP ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു DYSPയെ ആണ്. ഈ DYSPയുടെ താഴെയുള്ളവർക്ക് മാത്രമേ ഇതിൽ ബന്ധമുണ്ടാകുകയുള്ളൂ എന്നുള്ള മുൻവിധിയോടെയാണ് അത്. സത്യത്തിൽ ഒരു ജില്ലയിൽ
ഇത്തരത്തിലുള്ള ക്രൈം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നമുക്കറിയാം പത്തനംതിട്ട ജില്ല വളരെ ശാന്തമായിട്ടുള്ളൊരു ജില്ലയാണ്, വലിയ ഒരുപാട് കേസുകളില്ല, പക്ഷെ ഉള്ള കേസുകൾ വളരെ വിചിത്രമായ കേസുകളാണ്. ആംബുലൻസിലെ ബലാത്സംഗം, നരബലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ ഒരു ജില്ലാ പോലീസ് മേധാവി അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം അവിടുത്തെ സിറ്റുവേഷൻസ് പഠിക്കണം, അവിടുത്തെ ഉദ്യോഗസ്ഥരെ പഠിക്കണം, അവിടുത്തെ ക്രിമിനലുകളായ ഉദ്യോഗസ്ഥരാണെന്ന് പഠിക്കണം, പ്രധാന ഗുണ്ടകളെ കുറിച്ച് പഠിക്കണം. ഇത്തരം ഒരു പഠനവും ഇല്ലാണ്ട് കാര്യങ്ങൾ നടത്തുന്ന ജില്ലാ പോലീസ് മേധാവി അടക്കം ഇതിന് ഉത്തരവാദികളാണ്. അപ്പോൾ നമ്മളൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ട് ആ സ്ത്രീക്ക് ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചാലും ആ സ്ത്രീക്കുള്ള നീതി പരിപൂർണമായിട്ട് നീതി കിട്ടില്ല, കാരണം അവരനുഭവിച്ചു കഴിഞ്ഞു. അപ്പം അത് സംഭവിക്കാതിരിക്കാനുള്ള യാതൊരു മുൻകരുതലോ അല്ലെങ്കിൽ അതിനുള്ള സംഭവങ്ങളോ പോലീസിൽ നടക്കുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.